സിദ്ധസമാജ സ്ഥാപകൻ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനാഘോഷം നാളെ കാർത്തിക മഹോത്സവമായി ആഘോഷിക്കും. വടകര സിദ്ധാശ്രമത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി വിവിധ ചടങ്ങുകളും അന്നദാനവും ഒരുക്കും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. സിദ്ധസമാജ സ്ഥാപകൻ ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനാഘോഷം ഡിസംബർ 4 കാർത്തിക മഹോത്സവമായി ആഘോഷിക്കും. വടകര സിദ്ധാശ്രമത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി ആശ്രമത്തിൽ വിവിധ വിഷയങ്ങളിൽ ആത്മതത്വ പ്രഭാഷണവും സിദ്ധ വിദ്യാഭ്യാസത്തിലൂന്നിയ വിശേഷ ജപവും അന്നദാനവും ഒരുക്കും. ജഗജ്യോതിയും സച്ചിദാനന്ദ സ്വരൂപവും പരമകാരുണികനുമായ സിദ്ധസമാജ സ്ഥാപകർ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനാഘോഷമായ കാർത്തിക മഹോത്സവമാണ് സിദ്ധസമാജത്തിൻ്റെ ഒരേ ഒരു ആഘോഷം. സ്വാമിയുടെ ജന്മദിനം കാർത്തിക മാസത്തിലെ, അതായത് വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം വരുന്നതിനാൽ ആ ദിവസം 5 സിദ്ധാശ്രമങ്ങളിലേക്ക് സിദ്ധ വിദ്യാർത്ഥികളും ഭക്തജനങ്ങളും എത്തിച്ചേർന്ന് ആ ദിവസം കൊണ്ടാടുന്നു. കാർത്തിക മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പഞ്ചാമൃതത്തിൻ്റെ നിർമ്മാണമാണ്. അതിനാവശ്യമായ ജൈവ ഉൽപ്പന്നങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ പഞ്ചാമൃതം നിർമ്മിക്കും. പക്ഷേ അതിന് ഏകദേശം 2-3 മാസത്തെ തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. കാർത്തിക ദിവസം രാവിലെ വിശേഷാൽ ജപം, അതായത് സിദ്ധ വിദ്യാർത്ഥികൾക്കും സിദ്ധ സമാജക്കാർക്കും ഒരു വിശേഷാൽ ജപമുണ്ട്. രാവിലെ 7 മണി മുതൽ 8 മണി വരെയാണ്. അത് കഴിഞ്ഞാൽ പഞ്ചാമൃതം കൊടുത്തുകൊണ്ട് അന്നദാനം ആരംഭിക്കും. രാജാക്കന്മാരിൽ വെച്ചും ഏറ്റവും വലിയ രാജാവ് അന്നരാജാവാണ്. അതുകൊണ്ട് തന്നെ സിദ്ധസമാജത്തിലെ അന്നദാനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാർത്തിക ദിവസം അതുകൊണ്ട് അന്നദാനം നടത്തി വരാറുണ്ട്. അന്നദാനത്തോടൊപ്പം തന്നെ ആത്മതത്വ പ്രഭാഷണ പരിപാടി നടത്താറുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെ. ഇതിനിടയ്ക്ക് ജപസമയമുണ്ട് 12 മണി മുതൽ 2:30 വരെ. ആ സമയം ഒഴിച്ച് രാവിലെ 9 മണി തൊട്ട് 12 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയും ആത്മതത്വ പ്രഭാഷണ പരിപാടിയുണ്ട്. അതുകൂടാതെ അന്നദാനവും രാവിലെയും ഉച്ചയ്ക്കും അന്നദാനമുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചാമൃതം എന്ന് പറയുന്ന അഗ്നിഭാഗം ചെയ്യാതെ നിർമ്മിക്കുന്നതാണ്. അത് ഏകദേശം 1 വർഷത്തോളം യാതൊരു കേടുപാടുകളും രുചി വ്യത്യാസമോ ഒന്നും ഇല്ലാതെ 1 വർഷത്തോളം ഇരിക്കും. പിന്നെ ഈ പഞ്ചാമൃതം ഇപ്പോൾ എന്തെങ്കിലും നൈവേദ്യമായിട്ടോ പൂജ ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ജാതി മതസ്ഥരും വളരെ ഭക്തിയോടുകൂടി അത് സ്വീകരിച്ച് ഭക്ഷിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.